ടാറിട്ട റോഡിലൂടെ, മൺവീതികളിലൂടെ, കനാൽ വരമ്പുകളിലൂടെ, പായലോരത്തോടൊക്കെ ഒരുപാട് ഞാൻ ഓടി, ഭ്രാന്തനെ പോലെ. മച്ചമ്പിക്കൊരു അപർണ ചന്ദ്രന്റെ ഓർമ്മയുണ്ടോ? വെളുത്ത് മെലിഞ്ഞ് 5 അടി നീളമുള്ള നല്ലൊരു സുന്ദരി, ശാലീന സുന്ദരി. അറിയില്ല? അഭിലാഷ് എന്ന യുവാവിനെ ഓർമ്മയുണ്ടോ? സുന്ദരനായ നല്ല കട്ടമീശയുള്ള സുരേഷ് ഗോപിയുടെ ലുക്കുള്ള പയ്യനെ. അവര് രണ്ടുപേരും ഓർമ്മയില്ലെന്നോ? ഈ അപർണ ചന്ദ്രന്റെ കല്യാണം വീട്ടുകാർ ആലോചിച്ചതിന്റെ അന്ന് തലേന്ന് രാത്രി പോയി കൈ പിടിച്ച് അഭിലാഷിന്റെ കയ്യിൽ വെച്ചു കൊടുത്ത് കല്യാണത്തിന് ഒത്താശ ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. അപ്പുക്കുട്ട സാറ് പറഞ്ഞു, അപ്പുക്കുട്ട സാറ് കൈയൊഴിഞ്ഞു. ഈ അഭിലാഷ് ഭൂലോക വെള്ളവടിയും കഞ്ചാവുമാണ്. അഭിലാഷ് അപർണയെ ഒഴിവാക്കി. അപർണ ഇപ്പൊ ഏകയായിട്ട് അവരുടെ വീട്ടിലാണ്, കൊല്ലത്തറിയാവോ? ഈ അപർണ ചന്ദ്രൻ എന്ന് പറഞ്ഞ അവരുടെ അച്ഛൻ ചന്ദ്രൻ കൊല്ലത്തെ നമ്പർ 1 ഗുണ്ടയാ, ഗുണ്ടാ ചന്ദ്രൻ. 3 ആമക്കള്. മൂത്ത മോൻ അണലി സജിത്ത്, രണ്ടാമത്തെ കീരി ശ്രീജിത്ത്, ഏറ്റവും ഇളയവൻ പാമ്പ് സുജിത്ത്. ഇവർക്കൊക്കെ ഫോറസ്റ്റിലാണോ ജോലി? കിടയിട്ട ഗുണ്ടകളെന്ന് പറഞ്ഞാൽ അവർക്ക് ഫോറസ്റ്റിലാണോ ജോലിയെന്നോ? ഈ അണലി സജിത്ത് ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴേ ചത്തുവോ.